ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇൻവേർട്ടഡ് മാലു. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് മുട്ട പൊള്ളിച്ചതാണ്. ഒരു ലഞ്ച് പ്രിപ്പറേഷനിൽ ഒരു കറിയാണ് മുട്ട പൊള്ളിച്ചത്. അതിന് വേണ്ട ചേരുവകൾ: തേങ്ങാപ്പാൽ, തക്കാളി, ചതച്ച മുളക്, മഞ്ഞൾപ്പൊടി, സവോള, ഉള്ളി, ഇഞ്ചി, വേപ്പില ആൻഡ് മുട്ട പുഴുങ്ങിയത്. ഓക്കെ, ദെൻ സ്റ്റവ് കത്തിക്കുന്നു, വെളിച്ചെണ്ണ ഒഴിക്കുന്നു. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് സവാള ഇടുന്നു. സവാള ഇട്ട് ഉപ്പ് ഇട്ടിട്ടൊന്ന് ജസ്റ്റ് വഴട്ടിയെടുക്കുന്നു. അതിലേക്ക് വേപ്പിലിടുന്നു. ഓക്കെ, പച്ചമുളക്, ഉള്ളി, ഇഞ്ചി, മഞ്ഞൾപ്പൊടി, ചതച്ച വറ്റൻമുളക് ഇതെല്ലാം കൂടി നന്നായിട്ട് കല്ലിലിട്ട് ചതച്ചത് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് നന്നായിട്ട് വാട്ടി എടുക്കുകയാണ്. ഇതിനിടയിൽ നമുക്ക് ആവശ്യാനുസരണം എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നന്നായിട്ട് വഴട്ടിയെടുക്കുകയാണ്, അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ. അതിലേക്ക് നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ. ആ മുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് വഴട്ടി 1 ടേബിൾ സ്പൂൺ വിനാഗിരി അതും കൂടി ചേർത്ത് ഒന്നും കൂടി ഒരു കുഴമ്പ് പരുവായിട്ടുണ്ട്. ഇപ്പം അതിലേക്ക് നമ്മൾ വട്ടത്തിൽ അരിഞ്ഞിരിക്കുന്ന തക്കാളിയാണ് ചേർക്കാൻ പോകുന്നത്. കണ്ടോ, അതും നന്നായിട്ട് ഒന്ന് വാടി വരുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് കല്ലുപ്പും കൂടി ചേർത്തൊന്നും കൂടി വഴട്ടുക കേട്ടോ. കാരണം നമ്മൾ ആദ്യം സവാളയിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ഒന്നും കൂടി ചേർക്കുന്നു. എന്നിട്ട് വഴട്ടിയെടുക്കുന്നു. ഒന്ന് വഴണ്ട് വന്നു കഴിയുമ്പോഴേക്കും ഉടഞ്ഞു പോരുത്. അപ്പോഴേക്കും നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ഒഴിക്കുകയാണ്. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഒരു കൺസിസ്റ്റൻസി പാകത്തിന്, നമുക്ക് എന്തോരം ചാറ് വേണോ ആ പാകത്തിന് നമ്മൾ വെള്ളം കൂട്ടിയിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ. നമ്മളിവിടെ 3 മുട്ടയാണ് പകുതിയായിട്ട് മുറിച്ചിട്ട് യൂസ് ചെയ്യുന്നത്. സോ അതിന് ആവശ്യത്തിന് ചാറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വെള്ളം കൂട്ടി ഒഴിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നു കഴിയുമ്പോഴേക്കും അതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന ഈ മുട്ട ഇട്ട് കൊടുക്കാം. അപ്പോൾ മുട്ട ഇട്ടിട്ട് നമ്മളതൊന്ന് ഇച്ചിരി കൂടി തിളയ്ക്കാൻ വെക്കുകയാണ്. ലോ ഫ്ലെയിമിലിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൊടപ്പൻ തോരനാണ്. സോ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മൾ സാധാരണ പിറുതുക്കുന്ന പോലെ തന്നെ തേങ്ങ, പച്ചമുളക്, ഉള്ളി, വെളുത്തുള്ളി, ജീരകം, കറിവേപ്പില, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ചതയ്ക്കുന്നു. പക്ഷേ ഇവിടെ സ്പെഷ്യലായിട്ടായിട്ട് ചെമ്മീനും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ചട്ടി ചൂടാവുന്നു. കടുക് വറ അതിലേക്ക് ഉള്ളി, വേപ്പില ഇട്ടിട്ട് മാറ്റിയെടുക്കുന്നു. വാടി വരുന്നതോടുകൂടി അതിലേക്ക് നമ്മൾ തീരെ ഒതുക്കിയെടുത്തിട്ടുണ്ടല്ലോ ഈ ചേരുവകളൊക്കെ കൂടി കൂട്ടിയിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് വഴട്ടി ഉപ്പും ഇടണം കേട്ടോ, ആവശ്യത്തിന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. വൺസ് ഒന്ന് ഒരു ചെറിയതായിട്ടൊരു പച്ച മണം മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മളുടെ ഹീറോയിനെ ചേർക്കുന്നു. കൊടപ്പനെ ചേർത്ത് നന്നായിട്ട് ഒതുക്കി നല്ലോണം അടച്ച് വെച്ച് കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുന്നു. ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുക, ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോയെന്ന് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തുക. വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കുക. നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ താരം കേട്ടോ. ഓക്കെ, അപ്പോൾ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ അമ്മയുടെ പ്രിയതമ്മ എത്തിയിട്ടുണ്ട്. സോ വെയിറ്റിങ്ങിലാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാ ഞാനും അച്ഛനും അമ്മയും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. എനിക്ക് ഓൾമോസ്റ്റ് രാവിലെ കൊടുത്ത ഫുഡിൻ്റെ ബാലൻസ് നമ്മുടെ ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു. അതും കൂട്ടിയാണ് ഞാൻ ഈ കറി കൂട്ടി കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണേ. സോ ബൈ.